ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ട് പറയാനും മുന്നേ സിനിമയുടെ കാസ്റ്റിംഗിനെ കുറിച്ചിട്ട് പറയാൻ. അതായത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമ ഒന്നല്ല തോന്നുന്നുണ്ട്. അതായത് പുള്ളിയുടെ മുമ്പത്തെ സിനിമ തരംഗം ആയിരിക്കണം. അതായത് നമ്മുടെ ടോവിനോ ആണ് പ്രധാന വേഷത്തിലെത്തിയിരുന്ന സിനിമയില്. അത് 2017 റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. സോ അതിന് ശേഷം സംവിധാനം ചെയ്ത സിനിമ ആയിരിക്കാൻ ഡൗട്ട് ഉണ്ട്, കൺഫേം ആയിരുന്നില്ല. വിക്കിപീഡിയ നോക്കിയപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു. സോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. സോ പുള്ളിയുടെ ആദ്യത്തെ സിനിമ രണ്ടാമത്തെ സിനിമ കറക്റ്റ് ആയിട്ട് അറിയില്ല. സോ സംവിധായകൻ ഡൊമിനിക് അരുൺ ആണ്. പിന്നെ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കല്യാണി പ്രിയദർശനാണ്. പിന്നെ നസ്ലിൻ ഉണ്ട്, ചന്തു, അങ്ങനെ സാൻഡി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെക്സ് വിജയ് ആണ്. പിന്നെ ചമ്മൻ ചാക്കോ ആണ് എഡിറ്റർ. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി. ഒരു രക്ഷയില്ല, കിടിലൻ വിഷ്വൽസ് ഒക്കെ. വേഫർ ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയെ കുറിച്ചിട്ട് പറയാനാണ് ഒരു രക്ഷയില്ല. മലയാള ഇൻഡസ്ട്രി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന സിനിമയാണ് ഇത്. ഒരു ഗംഭീര എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവൽ വിഷ്വൽസ് ആണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അത് ഇത്ര കുറച്ച ബജറ്റിൽ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് കിട്ടിയ വിഷ്വൽസ് ആണ്. VFX ആയാലും VFXനെ കുറിച്ചിട്ട് പറയണത് തന്നെ, VFX CG വർക്കൊക്കെ ഒരു രക്ഷയില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു ഫേക്ക് ആയിട്ടോ ഒന്നും തോന്നില്ല. ഒരു മാർവൽ DC സിനിമാസ് കണ്ട പോലെ തോന്നുന്നുണ്ട്. അത്രക്കും ക്ലിയറിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് CG VFX വർക്കൊക്കെ. അതായത് ഒരു പ്രൊഡ്യൂസർ പൈസ ഇട്ടാൽ അതിന് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കിട്ടിലൻ ക്വാളിറ്റി ഔട്ട്പുട്ട് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മലയാള ഇൻഡസ്ട്രി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കിട്ടിലൻ വിഷ്വൽസ് ആണ്. ഒരു എപ്പിക് സാധനമാണെന്ന് പറയാം. അത്രക്ക് നന്നായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നന്നായിട്ടുണ്ട്. ഒരു കിട്ടിയ സ്ക്രീൻ പ്ലേ തന്നെയാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്. സ്ക്രീൻ പ്ലേനെ കുറിച്ച് പറയണത് അറിയില്ല കറക്റ്റ് ആയിട്ട് ആരാണ്. ഡൊമിനിക് അരുണും കൂടി ഉണ്ട്. എന്നാലും സ്ക്രീൻ പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഒരുപാട് ട്രാൻസിഷൻസ് ഒക്കെ അത് നന്നായിട്ടുണ്ട്. ഒരു ട്രാൻസിഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയണ കാസ്റ്റിംഗിനെ കുറിച്ചിട്ട് പറയണ കല്യാണി പ്രിയദർശൻ ത്രൂ ഔട്ട് സിനിമയിൽ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇതൊന്ന് പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നസ്ലിൻ കൂടിയുണ്ട്. നസ്ലിന് നല്ലൊരു കോമഡി ക്യാരക്ടർ ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. മെയിൻലി ആയിട്ട് കോമഡി ക്യാരക്ടർ ആയിട്ടുള്ളത് നമ്മുടെ ചന്തു ആണ്, സലീം കുമാറിന്റെ മകൻ. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി സ്ക്രീൻ പ്രസൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രീനിൽ വരുമ്പോഴുള്ള ഒരു ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ നന്നായിട്ട് ഒരു എന്താ പറയാ, ചിരിയൊക്കെ തോന്നുന്നു. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ. നന്നായിട്ടുണ്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയത് ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് സാൻഡി മാസ്റ്റർ. നമ്മുടെ ലിയോയില് പുള്ളി തെളിയിച്ചതാണ്. പുള്ളി ഒരു കിടിലൻ ആക്ടർ തന്നെയാണ്. അതായത് ആകെ ഒരു 15 മിനിറ്റ്സിലുള്ള ഒരു സീനിൽ തന്നെ പുള്ളി ഒരു കിടിലനായിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലനും തെളിയിച്ചതാണ്. അങ്ങനെ ആയതുകൊണ്ട് ഈ സിനിമയിൽ കൂടി പുള്ളിന്റെ ആക്ടിങ് പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. പുള്ളി സിനിമയിൽ തകർത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ബിഹേവിയർ ആയിരുന്നു. പുള്ളി ഒന്നും പറയാനില്ല, കിടിലനായിരുന്നു. ഞാൻ വിട്ടുപോയി ക്യാരക്ടർ ലിസ്റ്റിൽ പറയുമ്പോൾ. ഒരു രക്ഷയില്ല, കിടിലൻ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പോലീസായിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോറിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കഥ നടക്കുന്നത് ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂർ സിറ്റി ബേസ് ചെയ്തിട്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ്, ഇത്രയേ പറയാനുള്ളൂ. ഈ സിനിമ ഒരു ജസ്റ്റ് എ ബിഗിനിങ് ആണ്. അതായത് ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ടു ദി അപ്കമിങ് സ്റ്റോറീസ്, അത്രയാണ് പറയാനുള്ളൂ. അതായത് നമ്മൾ പറയില്ലേ, ട്രെയിലറെ കണ്ടിട്ടുള്ളൂ, സിനിമ കാണാനേ ബാക്കിയുള്ളത്, അത്രേ പറയാനുള്ളൂ. അത് ത്രൂ ഔട്ട് ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, ഹൈപ്പ്, ആ ലെവൽ, അതൊക്കെയാണ് സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളത്. ഇത് നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ 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 പ്രതീക്ഷിക്കാതെ ഒരുപാട് ക്യാമിയോസ് ഉണ്ട് ഈ സിനിമയിൽ. അതിന് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. കിഡിലൻ ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം വായ്പൊന്ന് തീർക്കേണ്ടി വരും, അത്രയ്ക്ക് നല്ല നല്ല ക്യാമിയോസ് ആണ് സിനിമയിലുള്ളത്. പിന്നെ സിനിമ എടുത്തിരിക്കുന്ന രീതി അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ലാഗോ ബോറടിയോ ഒന്നുമില്ല. കിഡിലനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ക്ലീൻ സ്റ്റഫ് ആണ് എടുത്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമാസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കിട്ടുന്ന ഇമ്പാക്ട് ഒക്കെ ഇല്ലേ, അതേ ലെവലിലുള്ള ആക്ഷൻസ് ആണ്. സൗണ്ട് ഡിസൈൻസിലായാലും
അതേ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിഡിലൻ സെറ്റാണ്. ഒരു ആക്ഷൻസും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അത് എത്ര വേണോ അത്രയൊക്കെ എന്നാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഓവറായിട്ടോ അങ്ങനൊന്നും ചെയ്തില്ല. എത്ര വേണോ ആ ആക്ഷൻസ് അത്രേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സിനിമയിൽ. ഇത് കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ഓവറായിട്ട് ആക്ഷൻ ചെയ്യുന്ന അങ്ങനൊന്നുമില്ല. കിഡിലനായിട്ടും ചെയ്തു. അതായത് ഈ സിനിമയിൽ ഒരു പെൺകുട്ടിയുടെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു രക്ഷയില്ല. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പെർഫോമൻസ്, ആ കൊച്ചിന്റെ പെർഫോമൻസ് കിഡിലൻ, നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ്. പുള്ളിക്കാരത്തെ കിഡിലൻ ആക്ടർ ആവും നെക്സ്റ്റ്. അത്രക്ക് നന്നായി ചെയ്തിട്ടുണ്ട് ആ കൊച്ച്. ഒരു രക്ഷയില്ല. പിന്നെ പറയാനുള്ളത് മ്യൂസിക്, അതായത് ജെക്സ് വിജയാണ്. ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ഒക്കെ ആയാലും നന്നായിട്ടുണ്ട്. സ്കോർസ് ഒക്കെ നന്നായിട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയില്. പിന്നെ സിനിമാറ്റോഗ്രാഫി കൂടി നിമിഷ് രവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പ് നോച്ച് വിഷ്വൽസ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക സിനിമ ഇറങ്ങിയത് 28 ആഗസ്റ്റിലാണ്. അങ്ങനെ മിക്കവാറും സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്റെ റിവ്യൂ ലേറ്റ് വരുന്നത് കൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജോലി തിരക്ക് അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ്. പിന്നെ ട്രൈ ചെയ്യാം എത്ര വേഗം, അതായത് സിനിമ ഇറങ്ങിയ ടൈമിൽ തന്നെ റിവ്യൂ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, അതായത് സിനിമയുടെ ക്രെഡിറ്റ് സീൻ തുടങ്ങിയപ്പോഴേ തിയേറ്ററിന് ഇറങ്ങിയവരുണ്ടെന്ന് പറയണം. അതല്ലാതെ മൊത്തത്തിൽ ക്രെഡിറ്റ് സീൻ ആയാലും അവസാനത്തെ ടൈലൻഡ് കൂടി കണ്ടിട്ട് ഇറങ്ങിയവരുണ്ടെന്ന് അതുകൂടി പറയണം. അത് ഞാൻ എന്താ ചെയ്ത വെച്ച ക്രെഡിറ്റ് സീൻ തുടങ്ങിയപ്പോൾ ഇറങ്ങി തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വെള്ളാൻ വന്നപ്പോഴേ ഡൗട്ട്, ഇതിലെന്തോ ഒരു ഡൗട്ട് ചെയ്ത പോലെ തോന്നി. അതായത് എന്തോ ഇരിക്കണം അവസാനമായിട്ട്. അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ക്രെഡിറ്റ് സീനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആയതുകൊണ്ട് അവസാനത്തെ ഒരു ടൈലൻഡ് കാണാൻ പറ്റി. ഇല്ലെങ്കിൽ അതുമാണ് മിസ്സായത്. സോ അത് ഞാൻ കണ്ടു. മിസ് ചെയ്യരുത്. കിഡിലൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. കിഡിലൻ അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക സിനിമയുടെ കൂടെയാണ് ഹൃദയം പൂർവ്വം, അതായത് മോഹൻലാൽ, സംഗീത് പ്രതാപ്, മാളവിക മോഹൻ ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഞാൻ കണ്ടിട്ട സിനിമയ്ക്ക് നല്ല ഒരു അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഫാമിലി ഓഡിയൻസിൽ നിന്ന് എല്ലാവരും. പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല ഗൈസ്. ബഡ്ജറ്റ് ഒന്നും ഇല്ല. പക്ഷെ ബഡ്ജറ്റ് ലോ ആണ്. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ സിനിമ OTT-യിൽ കാണാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ സിനിമ കാണണോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ അതിനുള്ള ഇതും ഇല്ല. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമാസ് ആണ് ഞാൻ കാണുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ആ ഒരു ഭാഗ്യം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഗൈസ്. എല്ലാ സിനിമ കണ്ടിട്ട് എന്റെ അഭിപ്രായം പറയുന്ന പോലെ ആ ഒരു ടൈം വരട്ടെ. പിന്നെ ഈ ലോക സിനിമയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളി. ഇതൊരു കിഡില് സൂപ്പർ ഹീറോ, സൂപ്പർ വുമൻ സിനിമ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ വേണം പറയാൻ. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളി ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പൊ അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ. കിളിയേ കിളിയേ മണി